തൃത്വത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുന്ന ഈ നിർണായ നിമിഷത്തിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: ദൈവത്തിന്റെ ആപേക്ഷിക സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ കടന്നു വരുന്ന തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നാം ചിന്തിപ്പാൻ ഇടയാകുന്നത്. ഇതിന് നാം എടുത്തിരിക്കുന്ന തിരുവെഴുത്ത് എന്ന് പറയുന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വചനമാണ്. അവിടെ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്തുണ്ട്? പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. എങ്ങനെ? ഏകാത്മാവിനാൽ. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. 1, യേശു ക്രിസ്തു മുഖാന്തരം. 2, നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. 3, പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആ തൃത്വത്തിന്റെ തത്വം ഈ വാക്യത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവിങ്കലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ദിവ്യ കൂട്ടായ്മയിൽ എങ്ങനെയാണ് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. പ്രാർത്ഥന ഒരു ഏകമുഖ മോണോലോക അല്ല, ഒരു നിഗൂഢ ആചാരമല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഒരു ദിവ്യ കൂടിക്കാഴ്ചയാണ്. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവ്യ കൂടിക്കാഴ്ചയാണ്. തൃത്വത്തിന്റെ നിത്യ സംസർഗത്തിലെ പങ്കാളിത്തം. പ്രാർത്ഥനയിൽ നാം വെറുതെ ശൂന്യതയിലേക്ക് സംസാരിക്കുകയല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെ നാം ആകർഷിക്കപ്പെടുകയാണ്. നമ്മളൊക്കെ ഉരുവിടുന്ന പ്രാർത്ഥന പഠിച്ചു വെച്ച പ്രാർത്ഥന പോലെയാണ്. നമ്മളൊക്കെ ഉരുവിടുന്ന പ്രാർത്ഥന നമ്മുടെ സ്വയമായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ അങ്ങനെ ശൂന്യതയിലേക്ക് സംസാരിക്കുന്ന ചില വാക്കുകളും ഉദ്ധാരണികളും അല്ല. അതിലപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നാം ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ദൈവത്തിന് നന്ദി. പ്രാർത്ഥന ജീവനുള്ള ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. പ്രാർത്ഥന ജീവനുള്ള ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. പുത്രനിലൂടെ പിതാവിങ്കലേക്ക്, ആത്മാവിലൂടെ പിതാവിങ്കലേക്ക്, അങ്ങനെ തൃത്വത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ പ്രാർത്ഥന മാറുകയാണ്. പ്രാർത്ഥനയിൽ സൂത്രവാക്യങ്ങൾ ജപിക്കുകയോ ആത്മീയ ശക്തികളെ കൈകാര്യം ചെയ്യുകയോ ശ്രമിക്കുന്ന പുറജാതീയ നിഗൂഢമായ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ക്രിസ്തീയ പ്രാർത്ഥന നിലകൊള്ളുവാനിടയാകുന്നത്. ഇത് വെളിപ്പാടിനോട് പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം ആദ്യം സംസാരിച്ചത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ അത് മനസ്സിലാക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ 2 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. നോക്കണേ, പുത്രൻ മുഖാന്തരം നമ്മോട് പ്രാർത്ഥനയുടെ മഹത്വത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം, എങ്ങനെ അതിന്റെ കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ വിശുദ്ധ ബൈബിൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ തേജസ്സും പ്രഭയും അവന്റെ തത്വത്തിന്റെ മുദ്രയും അവനിലുള്ള സകല ശക്തിയാൽ നിറഞ്ഞിരിക്കുന്ന വചനത്താൽ നമുക്കുണ്ടാകുന്ന പാപത്തിന് മുക്തി ലഭിക്കുമെന്നും ആ മുക്തിക്ക് പരിഹാരാർത്ഥമായി നിലകൊള്ളുന്ന യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ കൈകളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീര ഭാഗങ്ങളിൽ ഏകീഭവിച്ച് ക്രിസ്തുയേശുവുമായിട്ട് പിതാവിന്റെ ആ സന്നിധിയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. അതുകൊണ്ട് ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീർന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം, എല്ലാ നാമത്തെക്കാൾ ശ്രേഷ്ഠമേറിയ നാമം, ആ നാമത്തിലൂടെ ഒരു ദൈവ പൈതൽ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? പിതാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധു റിലേഷൻഷിപ്പാണ് ഇവിടെ സംഭവിക്കാനിടയാകുന്നത്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. പിതാവ് തന്റെ മക്കളിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന സകലരും പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷികൾ
അവൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. സകല ജീവജാലങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശ്വാസം നമ്മളിൽ നിലനിൽക്കെ ദൈവത്തിന്റെ മക്കൾ എന്നാണ് ദൈവം നമ്മളെ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട് വിശുദ്ധിക്ക് മുൻതൂക്കം കൊടുത്ത് അവൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച ഏതൊരു പൈതലും, ഏതൊരു ദൈവ പൈതലും വാസ്തവത്തിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അത് പിതാവ് കേൾക്കാൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വചനം ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവമാണ് പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. റോമാലേഖനം 8:26 വ്യക്തമായി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലെങ്കിലും ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചില സമയങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മനസ്സിൽ വലിയ ഭാരമുണ്ട്, വേദനകളുണ്ട്, എങ്ങനെ ചെലവഴിക്കണം. ഇങ്ങനെ മാനസിക സംഘർഷത്തിൽ കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ രക്ഷിപ്പാൻ തയ്യാറാകുന്നു. പിതാവിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് പകരുവാൻ പരിശുദ്ധ ആത്മാവ് നമ്മളേക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്ന് ഇവിടെ തിരുവെടുത്ത് പറയും. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, ബലഹീനതയെ അഭിമുഖീകരിക്കുമ്പോൾ തുണയായി, സഹായിയായി, രക്ഷകനായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. വിശുദ്ധ കരങ്ങളിൽ സ്തോത്രം ചെയ്താണ്. യേശു പിതാവിന്റെ മുമ്പാകെ നമ്മുടെ മധ്യസ്ഥനും വക്താവുമാണ്. യേശു എന്താണ്? പിതാവിന്റെ മുമ്പാകെ നമ്മുടെ മധ്യസ്ഥനും വക്താവുമാണ്. 1 യോഹന്നാൻ 2:1 എന്താണ് പറയുന്നത് അറിയാമോ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യത്തൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരു കാര്യസ്ഥനെ പരിചയപ്പെടുത്തുകയാണ്. പാപം ചെയ്തുവെങ്കിൽ നമ്മെ വിടുവിക്കുവാൻ, പുണ്യാഹ രക്തത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു കാര്യസ്ഥനിതാ പിതാവിന്റെ അടുക്കലുണ്ട്. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകുന്നു. നമ്മുടേതിനു മാത്രമല്ല, സർവ്വ ലോകത്തിന്റെയും പാപത്തിനു തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഇത് ഞാൻ പറയുന്നല്ല, ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുക. സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിലിരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പൊ ശ്രദ്ധിക്കണമേ, എല്ലാവരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ വചനങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അവനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ കള്ളൻ എന്നുള്ള ഒരു മുദ്രയാണ് ഇവിടെ മനുഷ്യർക്ക് നൽകുന്നത്. അപ്പൊ വചനം കേൾക്കുക മാത്രമല്ല, കേട്ടത് എന്ത് ചെയ്യണം? അനുസരിക്കണം. എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ. നമ്മുടെ വചന കേൾവി കേവലം മാർക്കിടാൻ വേണ്ടി ആകരുത്, കേവലം ഒരു കാഴ്ചക്കാരായി തീരുന്ന ഒരവസ്ഥയിലേക്ക് മാറരുത്. ഇവിടെ ഒരു നിലവാരത്തിലും ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് ഒരു നിലവാരത്തിലും കോംപ്രമൈസിന് ദൈവം തയ്യാറാകത്തില്ല. ദൈവം വിശുദ്ധനാണ്, അവൻ സത്യവാനാണ്, അവൻ രാജാവാണ്, അവൻ പ്രഭുവാണ്, അവൻ കർത്തൃത്വം നടത്തുന്ന കർത്താവാണ്. അതുകൊണ്ട് അവന്റെ മുമ്പാകെ കടന്നു വരുമ്പോൾ ഭയഭക്തിയോടെ വരണം. വളരെയധികം ദൈവ സാന്നിധ്യം അനുഭവിച്ചു വരണം. ദൈവശക്തി ഏറ്റെടുക്കാനുള്ള ഒരു തുറന്ന ഹൃദയത്തോടും മനസ്സോടും കൂടെ വരണം.
കേൾക്കുന്ന വചനം ആമേൻ നമ്മുടെ ഹൃദയത്തിൽ പതിയാൻ തക്കണം ഇടയാകണം. കേട്ടിട്ട് അനുസരിക്കുന്നവരാകണം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവന്റെ വചനം കേൾക്കുകയും കേൾക്കുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അല്ലാത്തവർ കള്ളൻ എന്നാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രകടനമല്ല, മറിച്ച് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിലപാടിലും വെളിപ്പെടുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? നമ്മുടെ കുറിവാക്യം എഫേസ്യ ലേഖനം 2:18 ഇവിടെ പൗലോസ് പ്രാർത്ഥനയുടെ ത്രിത്വ ഘടന വെളിപ്പെടുത്തുകയാണ്. അവൻ മുഖാന്തരം, ആര് മുഖാന്തരം? പറഞ്ഞേ, യേശു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. വിശുദ്ധ കരങ്ങളിൽ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. പിതാവിങ്കലേക്ക് പ്രവേശനം പ്രാർത്ഥനയിലൂടെ, രക്ഷയിലൂടെ. ആത്യന്തിക ലക്ഷ്യം പിതാവും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് മാറുകയാണ്. പുത്രനിലൂടെ എന്താ സംഭവിക്കുന്നത്? പുത്രനിലൂടെ, യേശുക്രിസ്തുവിലൂടെ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് പാപ പരിഹാര പ്രവൃത്തി യേശുക്രിസ്തുവിലൂടെ സമ്പാദിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുകയാണ്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പിതാവിങ്കിലേക്ക് കടന്നു വരുവാൻ. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വചനം എന്തെന്ന് അറിയാമോ പറയുന്നത്? ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രം. അതുകൊണ്ട് ലോകത്തിൽ ഒരുപാട് മധ്യസ്ഥന്മാര് കാണും. പക്ഷെ നമ്മളെ രക്ഷിക്കുവാൻ, പിതാവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരകമായി തീർന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ തിരുവെഴുത്ത് വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക. ഹലോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകളെ നയിക്കുന്നു, നമ്മുടെ പ്രവേശനം കൂടുതലായി ദൈവത്തോട് അടുക്കുവാൻ സാധ്യമാക്കി തീർക്കുകയാണ്. പ്രാർത്ഥന എന്ന ത്രിത്വത്തിലൂടെ വ്യാപരിക്കുന്ന ഈ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം പിതാവിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം. ആമേൻ. എന്തിന്റെ സഹായത്താൽ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സഹായത്താൽ. ഇത്തരം കാര്യം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. ഇവിടെ ഒരു സെന്റൻസ് പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് 2 പേർക്കും പ്രവേശനമുണ്ട്. എഫേസ്യർ ലേഖനം 2:18 എന്തോ പറയുന്നേ? ഇരുപക്ഷത്തെയും എന്ത് ചെയ്തു? ഒന്നാക്കി. ആരാണ് ഈ ഇരുപക്ഷം? Who are we both? നമ്മൾ 2 പേരും ആരാണ്? പൗലോസ് ഇവിടെ അത് വ്യക്തമാക്കുന്നുണ്ട്. 1 യഹൂദന്മാർ, 2 ജാതികൾ. അപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിങ്കലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാലത്ത് ഭിന്നിച്ചിരുന്ന 2 വിഭാഗങ്ങളാണ്. ആര്? യഹൂദന്മാരും ജാതികളും. യഹൂദന്മാർക്ക് ന്യായപ്രമാണ നിമിത്തം ദേവാലയത്തിലുള്ള ആരാധനയും പ്രാർത്ഥനയും ലഭിച്ചിരുന്നുവെങ്കിലും ജാതികൾ എപ്പോഴും പുറത്തുള്ളവരായിരുന്നു. അവർ പുറത്താക്കപ്പെട്ടവരാണ്. അവർക്കൊരിക്കലും മന്ദിരത്തിൽ പ്രവേശിക്കാൻ കഴിയയില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആരാധിക്കാൻ കഴിയത്തില്ല. കാരണം അവരെ ജാതികളായിട്ട് മുദ്ര കുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 2 ജാതികൾ ഭൂമിയിലുണ്ട്. 1 യഹൂദ ജാതി, മറ്റ് പുറത്താക്കപ്പെട്ട ജാതി. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇരുപക്ഷത്തെയും യേശു ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്തു? ഒന്നാക്കി. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുവിലൂടെ 2 പേർക്കും ദൈവത്തിങ്കിലേക്ക് തുല്യ പ്രവേശനമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്തുവിന്റെ ശരീരത്തിലെ സമൂലമായ ഐക്യമാണ്. പ്രവേശനം നേടുക. പ്രൈസ് ദി ലോർഡ്. പ്രവേശനം നേടുക മത്ലബ് എന്താണ്? പ്രോസഗോഗേ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രവേശനം നേടുക, സമീപിക്കുക. ഒരു രാജാവിന്റെ സാന്നിധ്യത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് പോലെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. എത്ര വലിയ മഹാഭാഗ്യമാണ്! നമ്മൾ എങ്ങും ഓടണ്ട, ഒരു മലയും ഒന്നും സന്ദർശിക്കേണ്ട, ഒരു ദേശത്തും ഓടണ്ട. രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു വഴി യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ
പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുക. Praise the Lord. അപ്പോൾ ജീവിതത്തിൽ പക്ഷാഭേദങ്ങൾ ഉണ്ടാകാം, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം, കുടുംബ പ്രയാസങ്ങൾ നേരിടാകാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. രണ്ട് ജാതികളെ ഒന്നാക്കിയതുപോലെ കുടുംബ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട്, സമൂഹത്തിലെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നിത്യതയിലേക്ക് പോകുവാൻ, പിതാവിങ്കിലേക്ക് പോകുവാൻ ഇവിടെ പ്രാർത്ഥന സാധ്യമാക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുക. ഹലോ, ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുത്രനിലൂടെ ആത്മാവിലൂടെ പിതാവിങ്കിലേക്കുള്ള ഈ പങ്കിട്ട പ്രവേശനം, ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നതിന് ഈ മൂന്ന് വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ പ്രാർത്ഥനയിൽ തലകുനിക്കുമ്പോൾ സ്വർഗീയ കൂട്ടായ്മയിലേക്കാണ് നയിക്കപ്പെടുന്നത്. പിതാവ് നമ്മുടെ പ്രാർത്ഥന കുനിഞ്ഞു നിന്ന് കേൾക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. പുത്രൻ നിങ്ങളുടെ അരികിൽ ഒരു വക്താവായി, മധ്യസ്ഥനായി നിൽക്കുകയാണ്. ആത്മാവ് എന്ത് ചെയ്യുന്നു? സ്വർഗീയ ഭാഷയിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. അതുകൊണ്ട് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ട്? പ്രാർത്ഥനകളുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. പിതാവ് പ്രാർത്ഥനയുടെ ഉറവിടവും ലക്ഷ്യവുമാണ്. പുത്രൻ നമ്മുടെ മധ്യസ്ഥനും മഹാപുരോഹിതനുമാണ്. 3, ആത്മാവ് നമ്മുടെ സഹായിയും മധ്യസ്ഥനുമാണ്. ഒരിക്കലും ഞാൻ പറയട്ടെ, the Father is the source and object of prayer. The Son is our mediator and high priest. Hallelujah. The Spirit is our helper and advocate. ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലിരിക്കുക. ഒന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവ് എന്താണ്? ഉറവിടവും ലക്ഷ്യവുമാണ്. പുത്രൻ നമ്മുടെ മധ്യസ്ഥനും മഹാപുരോഹിതനുമായിട്ട് നിലകൊള്ളുന്നു. ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സഹായിയും മധ്യസ്ഥനുമാണ്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആത്മാവിന്റെ മറ്റൊരു മണ്ഡലത്തിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥന ഒരു തൃത്വ പ്രവൃത്തിയാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒരിക്കലും ആത്മീയമായി വളരാൻ കഴിയുകയില്ല. ഈ തൃത്വം ഒഴിവാക്കി ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൂടെ നിൽക്കേണ്ടുന്ന ഒന്നാണ് ഈ ട്രിനിറ്റി അഥവാ ഈ തൃത്വം എന്ന് നാം തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നു എന്നതിനെ മാത്രമല്ല, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പിതാവിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഉറവിടം ആരാണ്? പരമാധികാരി ആരാണ്? പിതാവാണ്. അപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കുവാൻ പ്രചോദനം നൽകുന്ന, പ്രാർത്ഥനയുടെ മേഖലയിലേക്ക്, മണ്ഡലത്തിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ ഇവിടെ പിതാവ് തയ്യാറാകുന്നു. അവൻ പരമാധികാരിയായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. പിതാവ് അടുപ്പം സ്ഥാപിച്ചെടുക്കാൻ തയ്യാറാകുകയാണ്. നമുക്കറിയാം, നമ്മുടെ മക്കള് നമ്മോട് അടുത്തിരിക്കണം. അത് നമ്മുടെ ആഗ്രഹമാണ്. മാതാപിതാക്കളുടെ നമ്മുടെ അടുത്ത് നിൽക്കുക മാത്രമല്ല, നമ്മുടെ സാമീപ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കണം. ഇത് അത്ര പിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിതാവിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടുന്ന ആ മഹിമയും തേജസ്സും ശക്തിയും അനുഭവിക്കുവാൻ നാം അടുത്തു നിൽക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വചനം വായിക്കുന്നവർക്കറിയാം, അവിടെ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പോൾ ഇവിടെ എന്താണ് അത് വ്യക്തമാക്കി തരുന്നത്? ഹല്ലേലൂയ. ഒരു വിദൂര ദൈവമായോ അല്ലെങ്കിൽ വ്യക്തിത്വമില്ലാത്ത ശക്തിയായോ അല്ല, മറിച്ച് സ്നേഹനിധിയായ ഒരു പിതാവായി ദൈവത്തോട് പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെ ഇവിടെ പഠിപ്പിക്കുകയാണ്.
പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള ആദരവിൽ നിന്ന് പുതിയ നിയമത്തിൽ അടുപ്പത്തിലേക്കുള്ള വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ വ്യക്തമാക്കി പറയാം. പഴയ നിയമത്തിൽ ഭക്തന്മാർ ദൈവത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുമായിരുന്നു, ആദരിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവൻ കുറച്ചുകൂടെ പിതാവിങ്കിലേക്ക് അടുത്തു വരുവാൻ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്ന് പറയത്തക്ക നിലയിൽ പിതാവിനോട് അടുത്തു നിൽക്കുവാൻ ഇവിടെ മക്കൾ തയ്യാറാകണമെന്ന് ഇവിടെ ശക്തമായ ഊന്നൽ നൽകുകയാണ്. വിശദകാര്യങ്ങളെ കുറിച്ച് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. റോമാലേഖനം 8:15 പറയുന്നത് പോലെ നിങ്ങൾക്ക് പുത്രത്വത്തിന് ആത്മാവിനെ ലഭിച്ചു, അവനാൽ നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നു. ഗലാത്യർ 4:6 പറയുന്നു, ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ അയച്ചു. അപ്പോൾ അപ്പ എന്ന വാക്ക് പപ്പ അല്ലെങ്കിൽ ഡാഡി എന്നൊക്കെ നമ്മൾ ആർദ്രമായി ഉപയോഗിക്കുന്ന പദം പോലെയാണ്. ഒരു കുഞ്ഞ്, ഒരു ദൈവ പൈതൽ ഒരു ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുമ്പോ അബ്ബാ പിതാവേ, ആ മഹത്വമേറിയ ശബ്ദത്തിലേക്ക് മക്കൾ മടങ്ങി വരുന്നു, അടുപ്പം കാണിക്കുന്നു, ചേർത്ത് നിർത്തുന്നു, ഒരിക്കലും അകറ്റാൻ പറ്റത്തില്ല. അത്രമാത്രം ജോയിനിങ്, അത്രമാത്രം കൂട്ടിച്ചേർക്കൽ, ആമേ മക്കളും അപ്പനുമായിട്ടുള്ള കടപ്പാടിന്റെ ആഴമേറിയ അനുഭവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിന് നമുക്കൊരിക്കലും ഒരു കുറുക്കു വഴി തേടേണ്ട കാര്യമില്ല. ഓടി വരാം, എന്റെ അപ്പൻ എന്റെ അടുത്തുണ്ടെന്ന് പറയുന്ന ആ ഒരു മാധുര്യമായ അനുഭവം ഇവിടെ ഹൃദയം കൈമാറുകയാണ്. എത്ര പേർക്ക് വിശുദ്ധകാര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ. ആമ ദൂരദേശത്ത് പോയി എല്ലാം അമ്മ നാശിപ്പിച്ചു, പ്രയാസത്തിലായി. പക്ഷെ അവന്റെ ബോധം വന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, ഈ അപ്പൻ എന്നെ സ്വീകരിക്കുമോ എന്ന്. കാരണം ഈ മിക്കവാറും ഞാൻ ഭവനത്തിൽ മടങ്ങി ചെന്നാൽ ഈ അപ്പൻ എന്നെ തിരസ്കരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു വശം ചിന്തിക്കുന്നുണ്ടായിരിക്കാം. തിരസ്കരണമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മകൻ മടങ്ങി വരുന്നത്. എന്നാൽ എന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയാമല്ലോ. പിതാവ് ഓടുന്നു, പിതാവ് കെട്ടിപ്പിടിക്കുന്നു, പിതാവ് പുനഃസ്ഥാപിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരു സിംഹാസനത്തിലേക്ക് മാത്രമല്ല, നമ്മുടെ നേരെ ഓടുന്ന ഒരു പിതാവിന്റെ കൈകളിലേക്കാണ് മടങ്ങുന്നെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വിശുദ്ധ കാര്യങ്ങളിൽ നന്ദി പറഞ്ഞാൽ നാം മടങ്ങി വരുമ്പോൾ പിതാവിന്റെ കൈകളിലേക്ക് എന്ത് ചെയ്യുക? എത്തപ്പെടുകയാണ്, മടങ്ങിച്ചേരുകയാണ്. ഒരു കൂട്ടിച്ചേർക്കൽ, ഒരു ചേർത്തൊട്ടിക്കുന്ന ഒരു അനുഭവം, അകറ്റി കളയാൻ പറ്റാത്തൊരു അനുഭവം, അത്രമാത്രം ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് ഇവിടെ അപ്പനും മക്കളുമായിട്ട് ഒന്നിച്ചു വരിക. ഓക്കെ, അപ്പോൾ പ്രാർത്ഥനയിൽ പിതാവിന്റെ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പരമാധികാരിയാണ്, അവൻ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ആമേ 1:17 എല്ലാ നല്ല ദാനവും പൂർണ്ണതയുള്ള ദാനവും ഉയരത്തിൽ നിന്ന് പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ പിതാവിങ്കിൽ നിന്ന് എന്താ ഇറങ്ങി വരുന്നത്? എല്ലാ നല്ല ദാനവും നമുക്ക് വേണ്ടിയുണ്ട്. പിതാവിങ്കിൽ നിന്ന് എന്താണ് നമുക്ക് വേണ്ടി വരുന്നത്? അവ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ, അപ്പന്റെ മക്കൾക്ക് കൊടുക്കുവാൻ ഇവിടെ തയ്യാറാക്കുക. 6:8 എന്താ പറയുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിന് ആവശ്യമുള്ളത് എല്ലാം അറിയാമെന്നാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തിലെ സകല മനോഭാവങ്ങളും വിചാരങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും ആർക്കറിയാം? പിതാവിനറിയാം. എങ്കിൽ ഇവിടെ അടുപ്പം ആവശ്യമാണ്, ഒരു കൂട്ടിച്ചേർക്കൽ ആവശ്യമാണ്. പിതാവിന്റെ കൈകളിൽ മക്കൾ എത്തിച്ചേരണം. അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവം എല്ലാത്തിനും അധീനനാണ്. എന്നാൽ പ്രാർത്ഥനയിൽ അവൻ അന്തർലീനനുമാണ്. സമീപത്ത് നിൽക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മെ വിളിക്കുന്ന ദൈവം, നമ്മെ സ്വാഗതം ചെയ്യുന്ന ദൈവം, നമുക്ക് ഉത്തരം നൽകുന്ന ദൈവം. അങ്ങനെ മഹത്വമേറിയ ഒരു പദവിയാണ് ഇവിടെ പിതാവ് അലങ്കരിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? മനസ്സിലാകുന്നുവല്ലോ പിതാവിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത്. ചേർന്ന് നിൽക്കാൻ, ഒറ്റിച്ചു നിൽക്കുവാൻ, പറ്റിച്ചേർന്ന് നിൽക്കുവാൻ, അവന്റെ കൈകളിൽ വന്ന് അണയുവാൻ, അത്രമാത്രം സൗഹൃദത്തിലേക്ക്
പിതാവ് തന്റെ മക്കളെ മാറ്റി വിളിക്കുകയാണ്. പുത്രനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു. അപ്പൊ പിതാവിങ്കിലേക്കുള്ള നമ്മുടെ പ്രവേശന കവാടമാണ് ആര്? ഈ യേശു എന്ന മധ്യസ്ഥൻ. വിശുദ്ധ കാര്യങ്ങളോട് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 13, 14 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും ഞാൻ അത് ചെയ്തു തരും. 1 തിമോഥെയോസ് 2:5 കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ ക്രിസ്തുയേശു. എബ്രായ ലേഖനം 10:19, 22 കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ നമുക്ക് എന്തുണ്ട്? ധൈര്യമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗീയ പിതാവിന്റെ മഹത്വമേറിയ അതിവിശുദ്ധമായ സ്ഥലത്ത് എത്തിച്ചേരുവാൻ ഇവിടെ മധ്യസ്ഥനായി ആരുണ്ട്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്വർഗത്തിലും മനുഷ്യർക്കും മധ്യസ്ഥനായി ആരുണ്ട്? യേശുവുണ്ട്. യേശുവിന്റെ നാമത്തിൽ നാം അപേക്ഷിച്ചാൽ അത് ചെയ്തു തരുവാൻ ഇവിടെ യേശുവുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നമ്മൾ ഓടിപ്പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിൽ നന്നായി തന്നെ ജീവിക്കും. അതിന് നമുക്ക് നല്ല തൻ്റെടം ഉണ്ടാകണം, നെഞ്ചുറപ്പുണ്ടാകണം. ആമേ, നാം വിശുദ്ധനായി തന്നെ ജീവിക്കുമെന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകണം. ആമേ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും, ആരെല്ലാം കൈവിട്ടാലും ഉപേക്ഷിച്ചാലും, നാം ഒറ്റയ്ക്കെന്ന് തോന്നുമ്പോഴും, ആമേ എനിക്ക് രക്ഷയില്ല, എന്റെ എല്ലാം അസ്തമിച്ചു, ആകെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു ശബ്ദമുണ്ട്: യേശു ക്രിസ്തുവിന്റെ നാമം. യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ, യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശു ക്രിസ്തു മുഖാന്തരം പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇന്ന് ആത്മഹത്യ കൂടുതൽ പെരുകുന്നത് എവിടെയാണെന്ന് അറിയാമോ? ക്രൈസ്തവ സമൂഹത്തിൽ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? എന്തുകൊണ്ട് ആത്മഹത്യ ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വരുന്നു? എവിടെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം? എവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം? എവിടെ പിതാവിന്റെ സാന്നിധ്യം? കാരണം പലർക്കും അറിയാൻ കഴിയാത്ത ഒരു നഗ്ന സത്യം ഇതാണ്: ആമേൻ, ക്രിസ്തുവിന്റെ പേരിൽ ഒരു വിശ്വാസം നിലനിർത്തുന്നതല്ലാതെ ജീവിതത്തിന്റെ അകത്തളത്ത് ഒരിക്കലും ഒരു പരിവർത്തനം സംഭവിച്ചിട്ടില്ല. പ്രാർത്ഥനയുടെ മേഖലയിൽ കടന്നു വന്നിട്ടില്ല. ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ദൈവിക ശക്തിയുടെയും സഹായത്തിന്റെയും മാധുര്യം രുചിച്ചറിഞ്ഞിട്ടില്ല. ലോകഭയമാകുന്ന അവസ്ഥയിൽ, ലോകമാകുന്ന ചിന്തയിൽ മനുഷ്യൻ ഹൃദയത്തെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തിരുവെടുത്ത് പറയുന്നത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ഈ നാമം വിട്ടൊഴിഞ്ഞ് നമുക്ക് എവിടെ പോകാൻ പറ്റും? നമുക്ക് വേറൊരു നാമവും നമ്മുടെ നാവിൽ ഉപയോഗിക്കരുത്, നാവിൽ ഏറ്റെടുക്കാൻ അനുവദിക്കരുത്. ക്രിസ്തു എന്ന നാമത്തെ തിരിച്ചറിയൂ. ആ നാമത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചെടുക്കൂ. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പിതാവിങ്കിലേക്കുള്ള പ്രവേശനം നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കപ്പെടുവാൻ ഇടയാകുന്നു എന്നുള്ള ആ നഗ്നമായ സത്യം പ്രിയരെ നാം മറന്നു പോകണം. ഹല്ലേലൂയ. പഴയ നിയമത്തിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്: മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും സേവകർക്കോ അതുപോലെ ആളുകൾക്കോ കൂടെയുള്ള ഒരുത്തർക്കും അതിപരിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രം. അതൊരു വലിയൊരു ഹിസ്റ്ററിയാണ്. അതൊക്കെ ദൈവം സഹായിക്കുന്ന പോലെ വിശദീകരിച്ചോളാം. എന്നാൽ ഇവിടെ പുതിയ നിയമ വിശ്വാസികൾക്ക് യേശു ക്രിസ്തുവിലൂടെ ഓരോ മിനിറ്റും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതു നിമിഷവും, രാത്രി എന്നില്ല പകലെന്നില്ല, യേശു ക്രിസ്തുവിലൂടെ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് പിതാവിങ്കിലേക്ക് കടന്നു വരാം. അതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അനുഭവം. യേശു എന്ന മധ്യസ്ഥന് ഉള്ള പ്രയോജനം അതാണ്. സിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി ഒരു വക്താവായി നിലകൊള്ളുകയാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാണ് എബ്രായ ലേഖനം 7:25 പറയുന്നത്.
അപ്പോൾ തിരിച്ചറിയുക, നാം പാപം ചെയ്തുവെങ്കിൽ നീതിമാനെ ക്രിസ്തു നമുക്ക് കാര്യസ്ഥനായി നമുക്ക് മധ്യമുണ്ട്. ക്ഷമിക്കാൻ, ദൈവത്തോട് ചേർത്ത് നിർത്താൻ, പിതാവിന്റെ അടുക്കലിലേക്ക് കടന്നു വരുവാൻ മീഡിയേറ്ററായി, കാര്യസ്ഥനായി ആരുണ്ട്? യേശു ക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം പഠിച്ചാട്ട് അവിടെ മഹാപുരോഹിതന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അവൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു ശബ്ദമാണ് ആ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴെല്ലാം അതൊരു മാന്ത്രിക വാക്യമല്ല, നമ്മുടെ സ്വന്തം യോഗ്യതയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പൂർണ്ണ നീതിയിലാണ് നാം വിശ്രമിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ കാണുന്നത്. ഒരിക്കലും ഞാൻ പറയാം, യേശുവിന്റെ നാമം എന്ന് പറയുന്ന ഒരു മാന്ത്രിക ശബ്ദമല്ല, മാന്ത്രിക വാക്യമല്ല, നമ്മുടെ സ്വന്തം യോഗ്യതയല്ല, മറിച്ച് യേശു ക്രിസ്തുവിൽ അവന്റെ പൂർണ്ണതയിലേക്ക്, നീതിയുടെ പൂർണ്ണതയിലേക്ക് വിശ്രമിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് എന്ത്? യേശു ക്രിസ്തുവിന്റെ നാമം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് പോലെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. ആ നാമത്തിൽ നാം വിശ്രമിക്കണം. ആ നാമത്തിലുള്ള നീതിയിലേക്ക് മടങ്ങി വരണം. ആ നാമത്തിലുള്ള സത്യം തിരിച്ചറിയണം. ആ നാമത്തിലുള്ള അധികാരം തിരിച്ചറിയണം. ആ നാമത്തിലുള്ള പവിത്രത തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു എന്ന നാമം നമ്മുടെ മധ്യം നിലകൊള്ളുന്നത്. ഓക്കെ, ഇനി അടുത്ത പരിശുദ്ധാത്മാവിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട്, നമ്മുടെ സഹായിയും മധ്യസ്ഥനും കൂടിയാണ് ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുക? തുണ നിൽക്കുകയാണ്. റോമാലേഖനം 8:26 എന്താണ് പറയുന്നത്? ആത്മാവ് തന്നെ വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം വരും. ഒരു രക്ഷയുമില്ലല്ലോ, ഒരു സഹായകനായിട്ട് ആരുമില്ലല്ലോ, ഞാൻ ശൂന്യതയിലാണല്ലോ, ഞാൻ മരുഭൂമിയിലാണല്ലോ, ഞാൻ വരണ്ട സ്ഥലത്താണല്ലോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു പ്രത്യേക മണ്ഡലത്തിൽ സംസാരിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് വേണ്ടി പിതാവിനോട് നിലവിളിക്കുവാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇവിടെ ആര് വരുന്നുണ്ടെന്നാ പറയുന്ന? പരിശുദ്ധാത്മാവ്, സഹായിയായ പരിശുദ്ധാത്മാവിന്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ വാക്കുകളൊക്കെ പരാജയപ്പെടുമ്പോൾ, നെടുവീർപ്പെടുമ്പോൾ പ്രാർത്ഥന ആത്മാവിന്റെ വേദനയായി ആത്മാവ് സ്വർഗീയ ഭാഷയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് ഈ തിരുവെടുത്ത് നമ്മോട് പറയും. അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ഹന്നായെ കുറിച്ച് നമ്മൾ പഠിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നു. ഹന്നായുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന സന്ദർഭം, വീട്ടിൽ വളരെയധികം പരിഹസിക്കുന്ന ഒരു അനുഭവം, വീട്ടുകാർ, കുടുംബക്കാർ ഒന്നടങ്കം ഹന്നായെ പരിഹസിക്കുന്നു, ഓരോ ദിവസവും പരിഹസിക്കുന്നു. എന്നാൽ ഒരു ദിവസം ആലയത്തിൽ കടന്നു വന്നിട്ട് അവൾ വല്ലാതെ നിലവിളിക്കുന്നു. പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല. അവളുടെ ചുണ്ടുകൾ ചലിച്ചു, പക്ഷെ വാക്കുകൾ വന്നില്ല. അവളുടെ ആത്മാവ് നിശബ്ദമായി ഒഴുകി. കൂടെ നിന്നവരൊക്കെ പറയുന്നത്, അന്നത്തെ പുരോഹിതൻ പറയുന്നത് അവൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ്. ഏലി പുരോഹിതൻ പറയുന്നത്. പക്ഷെ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു എന്നാണ്. വിശുദ്ധ കാര്യങ്ങളോട് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ വളരെയധികം കഷ്ടത്തിലാകും, വളരെയധികം പിരിമുറുക്കത്തിലാകും, ഉത്തരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും. ആരോട് പറയാൻ പറ്റും? ആരോട് എന്റെ ഹൃദയത്തിലെ അവസ്ഥ പങ്കുവെക്കും? ഇങ്ങനെ ഞെരുങ്ങുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോൾ വാക്കുകൾ വരത്തില്ല, പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ശബ്ദം വരുന്നില്ല. പക്ഷെ അകത്തളത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ആ നിശബ്ദതയുണ്ടല്ലോ, ആ ഒഴുക്ക്, ആ ചൈതന്യം, പലപ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലയിച്ചു ചേരുകയാണ്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞരങ്ങുകയാണ്. വചനം പറയുന്നു, ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നൽകി എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അപ്പോൾ ആത്മാവ് നമ്മെ പിതാവിനോട് ഒന്നിപ്പിക്കുന്നു. ഗലാത്യർ 4:6
അവന്റെ പുത്രന്റെ ആത്മാവ് അപ്പാ പിതാവേ എന്ന് നിലവിളിക്കുന്നു. അപ്പൊ പുത്രത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ നിമിഷവും വിശുദ്ധിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും, സത്യം പറയാൻ പ്രസ്താവിക്കുവാൻ പ്രേരിപ്പിക്കും, നല്ലത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇതൊക്കെ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണ്. അവൻ തകർന്നിരിക്കുന്ന ഹൃദയത്തെ, നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ പിതാവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഇവിടെ തയ്യാറാകുന്നു എന്ന് തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുന്നു. പിതാവിന്റെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പരിശുദ്ധാത്മാവ് മാറുന്നു എന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, അവ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. ബുദ്ധിമാനും വികാരഭരിതനും ദിവ്യനും അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയും. ആത്മാവ് വാചാലതയ്ക്കായി കാത്തിരിക്കുന്നില്ല, അവൻ തുറന്ന മനസ്സിനോടെ എന്ത് ചെയ്യാണ്? പ്രതികരിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് കടന്നു വരാം. ഏത് നിമിഷവും കടന്നു വരാം. ദൈവം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ സുരക്ഷിതരാക്കും. ദൈവം നമ്മളെ തന്റെ ഉള്ളം കയ്യിൽ നമ്മളെ താങ്ങും. ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ തക്കവന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. പിതാവ് സ്നേഹത്തോടെ നമ്മെ കേൾക്കുന്നുവെന്ന് നാം അറിയണം. നമ്മെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. പ്രാർത്ഥന ഒരു പ്രകടനമല്ല, അത് സാന്നിധ്യമാണ്. പോരാട്ടത്തിൽ ദൈവത്തിന്റെ സാമീപ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്ത്. നമുക്ക് സംസാരിക്കാൻ കഴിയാത്തപ്പോഴും ത്രിയേക ദൈവം ഇതിനകം തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗെത്സമനിലെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വചനത്തിൽ പുത്രൻ പോലും, യേശു ക്രിസ്തു പോലും വേദനയാൽ ഞരങ്ങി. മുമ്പിലുള്ള കാര്യം അവൻ അറിയാം. യേശു ക്രിസ്തു തന്റെ മരണവേദന കൊണ്ട് ഞരങ്ങി. താൻ നേരിടാൻ പോകുന്ന ക്രൂശാനുഭവം, കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, മുറിപ്പാടുകൾ എല്ലാം മനസ്സിലാക്കി. എന്റെ പുറം ഉളവുചാലുകൾ പോലെ വിണ്ടു കീറുമെന്ന് താൻ ഗ്രഹിച്ചു. ജീവിതം നുറുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമെന്ന് താൻ മനസ്സിലാക്കി. ഗെത്സമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിച്ചു, പ്രിയ പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് ഇതാ സമർപ്പിക്കപ്പെടുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആ വേദന, ആ ഞരങ്ങിയ അനുഭവം, ആ മുറിവേറ്റ അനുഭവം പിതാവ് ശ്രദ്ധിച്ചു എന്നാണ്. ആത്മാവ് അവനെ ശക്തിപ്പെടുത്തി. നോക്കണേ, പ്രതിസന്ധികൾ അതിജീവിപ്പാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ആരാണ്? ആത്മാവാണ്. മുമ്പിലുള്ള വെല്ലുവിളികളെ ശക്തിപ്പെടുത്തുന്നത് ആരാണ്? ആത്മാവാണ്. ആത്മാവ് നമുക്ക് മറ്റേ കൗൺസിലറായി വെളിപ്പെടും. സമാധാന പ്രവൃത്തി ചെയ്യാൻ അവൻ മുന്നോട്ട് വരും. രംഗം എത്ര വളരെ മോശമാണെങ്കിലും, പ്രകോപനം നിറഞ്ഞതാണെങ്കിലും ആത്മാവ് അത് ശാന്തതയിലേക്ക് നയിക്കും. കാറ്റിനെ, കടലിനെ ശാന്തമാക്കിയ ഒരു ആത്മീയ ശക്തി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ ചുരുക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവ് ശക്തിയാൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവിടെ പ്രാർത്ഥനയിൽ കടന്നു വരികയാണ്. ഒന്ന്, പിതാവ് സ്നേഹത്തോടെ നമ്മെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പുത്രൻ തന്റെ കൃപയാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ആത്മാവ് തന്റെ ശക്തിയാൽ നമുക്ക് വേണ്ടി ശക്തി നൽകുന്നു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? The Father receives with love. The Son intercedes with grace. The Spirit is strengthened with the power. പ്രാർത്ഥനയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ. പ്രാർത്ഥനയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മുഴുവൻ തൃത്വം മുഴുവൻ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. തൃത്വം നിങ്ങളെ ഉയർത്തുന്നു. തൃത്വം നിങ്ങളെ നയിക്കുന്നു. തൃത്വം നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ മേലുമുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരൂ. യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം കൂടാതെ വേറൊരു നാമം നമ്മുടെ അതിരത്ത് വരരുത്. യേശു ക്രിസ്തു നമുക്ക് മധ്യസ്ഥനും സഹായകനുമായി മാറിയിരിക്കുന്നു.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഗൈഡൻസും വഴികാട്ടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിങ്കിലേക്ക് ഏത് നിമിഷവും കടന്നു വരുവാൻ ഇവിടെ യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ള സത്യം നാം മറന്നുപോകും. വിശുദ്ധ കാര്യങ്ങൾ കുറിച്ച് ഒരു കൂടുതൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലെ എഫേസ്യ ലേഖനം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. അവൻ ഇരുപക്ഷത്തെയും എന്ത് ചെയ്തു? ഒന്നാക്കി. ജാതിയനായാലും യഹൂദനായാലും യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുവശക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം. നമ്മുടെ കണ്ണുകളടയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങൾ തിരിച്ചറിയുന്നു, അവിടുത്തെ നാമം ബലമുള്ള ഗോപുരമാണ്. അവിടുത്തെ നാമം ബലമുള്ള ഗോപുരമാണ്. നീതിമാന്മാർക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. പുനരുത്ഥാനം ചെയ്ത നാമം യേശു ക്രിസ്തുവിന്റെ നാമം. പാപത്തിന് പരിഹാരാർത്ഥം നൽകിയ നാമം യേശു ക്രിസ്തുവിന്റെ നാമം. സ്വർഗത്തിലും ഭൂമിക്കും മധ്യസ്ഥനായി മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ജീവിക്കുന്ന നാമം യേശു ക്രിസ്തുവിന്റെ നാമം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ടെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചു. പരിശുദ്ധാത്മാ വഴികാട്ടിയായി, സഹായിയായി, ജ്ഞാനിയായി ഞങ്ങളെ രക്ഷിപ്പാൻ കൂടെയുള്ളതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവത്തിന്റെ വചനം പഠിച്ച് ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോയി ഞങ്ങളെ സഹായിക്കണം. കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയണമേ. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഏത് നിമിഷവും തയ്യാറാകുവാൻ ഞങ്ങളെ ഒരുക്കിക്കാട്ട്. സകല മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.